നിങ്ങൾ ഇപ്പൊ വന്നത്? ഇന്നലെ വിചാരിച്ച പോലെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. ഇനിയും താമസിച്ചാ ശരിയാവില്ല. പകല് കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇപ്പോ? ഞാനും സൂരജ് ഈ സമയത്ത് ഇവിടെ ഉള്ളതല്ലേ? എല്ലാരും ഞങ്ങളെ സംശയിക്കില്ലേ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. ഇന്നലെ രാത്രി വന്നപ്പോഴാ മനസ്സിലായത് പകല് കൊണ്ടുപോകുന്നതിനേക്കാൾ റിസ്ക് രാത്രി കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെയാണോ? അതെ, രാത്രി പോലീസ് പട്രോളിംഗ് കൂടുതലാ. കഴിഞ്ഞ ദിവസം വന്നപ്പോ 2-3 പ്രാവശ്യം ഞങ്ങളെ പോലീസുകാർ കൈ കാണിച്ച്. അപ്പോ രാത്രി കൊണ്ടുപോയിരുന്നത് നന്നായി അല്ലേ? അതെ, അതാ ഞാൻ നിന്നെ വിളിച്ചിട്ട് ഇന്ന് പകല് തന്നെ വരാന്ന് പറഞ്ഞു. അതൊക്കെ സമ്മതിച്ചു. ഇപ്പൊ ഇത് കൊണ്ടുപോകുമ്പോ ഞാൻ എന്തു മറുപടി എല്ലാരോടും പറയുന്നതും കൂടെ എനിക്ക് പറഞ്ഞതാ. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഭഗവാനെ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ബീനാമേ, ഞാൻ എത്തി. ബീനാമേ, ബീനാമേ, ഇതെവിടെ പോയി? ബീനാമ ഇവിടെ ഇല്ലേ? റിപ്ലൈ ഒന്നും കേട്ടില്ലല്ലോ. ബീനാമേ, 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 ലോക്ക് ചെയ്തിരിക്കണോ? ബീനാമേ, അയ്യോ, ബീനാമേ, ബീനാമേ, ഇതെന്താ പറ്റിയത്? എന്താ പറ്റി ബീനാമേ? മോളെ, എന്റെ കെട്ടഴിക്ക കയ്യില്. ദൈവമേ, ബീനാമേ, എനിക്ക് എന്താ ബീനാമേ, ഇവിടെ എന്താ ഉണ്ടായത്? അയ്യോ, എന്റെ മോളെ ഒന്നും പറയണ്ട. കുറെ ആൾക്കാർ ഇവിടെ കേറി വന്നിട്ട് എന്നെ പിടിച്ച് കെട്ടിയിട്ടു. പിന്നെ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് എനിക്ക് അറിയില്ല മോളെ. കള്ളന്മാര് നമ്മുടെ വീട് മുഴുവനും കൊള്ളയടിച്ചോണ്ട് പോയെന്നാ തോന്നുന്നത്. എന്റെ ഈശ്വര, നമ്മളിനി എന്ത് ചെയ്യും മോളെ? എന്നാലും പട്ടാപ്പകല് ഇങ്ങനെ ആരെങ്കിലും വീട് കയറി കൊള്ളയടിക്കുമോ? മോളെ, ഈ വീടും പരിസരവും ഒക്കെ നേരത്തെ നോക്കി വെച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ വന്നതായിരിക്കും. നമ്മളിനി എന്ത് ചെയ്യും മോളെ? ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് എന്താ വേണ്ടേന്ന് തീരുമാനിക്കാം. ബീനാമയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അവർ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല, പിടിച്ച് കെട്ടിയിട്ടതേ ഉള്ളൂ. ശരി. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ, ഭഗവാന്റെ വിഗ്രഹം കാണാനില്ല.
വിഗ്രഹം കൊണ്ടുപോകാൻ വന്നായിരുന്നോ? മോളെ മോളെ